കർണാടക ചിക്മംഗ്ലൂരു വിനോദയാത്രയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചിക്മംഗ്ലൂരു ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മൃതദേഹം ഇന്ന് തന്നെ കുടുംബത്തിന് വിട്ടു നൽകും. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ പറയാനാകൂ എന്ന് ചിക്കമംഗ്ലൂരു MLA HD തിമ്മയ്യ പറഞ്ഞു. What happened at present don't know. At present our district administration and our police department is inquiry that what is the time, what is the cause that time. So wait and see. Today is almost police is within 2 hours give the almost all procedure of in hospital postmortem. After then Srinanda to give to the parents. വിവരങ്ങളുമായി പ്രദീപ് നാരായണനുണ്ട് ചിക്മംഗ്ലൂരുവിൽ നിന്നും. പ്രദീപ്, ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശ്രീനന്ദയുടെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരുമോ? അങ്ങനെ തന്നെയാണ് പോലീസ് അധികൃതർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകും, ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 7 മണിയോടുകൂടിയാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഈ മാണിക്ധാര വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ 1500 അടി താഴെ നിന്നും മൃതദേഹം ലഭിച്ച സ്ഥലത്തു നിന്നും 7 മണിയോടുകൂടിയാണ് ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം മോർച്ചറിയിലേക്ക് കയറ്റി ഫോറൻസിക് സർജന്മാരൊക്കെ നേരത്തെ തന്നെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വേണമെന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടതായാണ് അറിഞ്ഞത്. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. പകരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും വീഡിയോ ചിത്രീകരണം നടത്താമെന്ന കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിക്കമംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ അല്പസമയം മുൻപ് ശ്രീനന്ദയുടെ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവർ എത്തി അവിടെ കുറച്ച് രേഖകളിൽ ഒപ്പിട്ട് നൽകാറുണ്ട്. ഇതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ പോലീസും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ചിക്കമംഗളൂരു MLA HD തമ്മയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ കുടുംബം ദുരൂഹത ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഏറെ നിർണായകമാകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നാളെയോടുകൂടി മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ലഭ്യമായി കഴിഞ്ഞാൽ മാത്രമേ ആ ദുരൂഹത നീങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്ന കാര്യമാണ് പ്രദേശത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ് പ്രദീപ് ഉള്ളത്. അവിടെയാണ് ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.